ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. എന്നെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ അമർച്ച ചെയ്യാനോ അടച്ചിടാനോ നന്മകളെ തകർക്കാനോ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ഭൂകമ്പമുളവാകാനിടയായെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രതികൂലങ്ങളെ നോക്കി ഭാരപ്പെടാതെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിലും നിങ്ങളെ വിടുതലാക്കുവാൻ, അത്ഭുതമാക്കുവാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറുക. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം മൂലം ഭൂതം ബാധിച്ച വെളിച്ചപ്പാടത്തിയുടെ മേലുള്ള ഭൂതത്തെ പുറത്താക്കിയത് അവിടെയുള്ളവരുടെ നന്മയ്ക്ക് തടസ്സമായെങ്കിൽ, അവർ അതിന്മൂലം അവരെ പീഡിപ്പിച്ച് പട്ടണത്തിലൂടെ വലിച്ചിഴച്ച് കോൽ കൊണ്ടടിച്ച് കാരാഗ്രഹത്തിന്റെ അകത്തെ തടവറയിലിട്ട് പൂട്ടിയിരിക്കുകയാണെങ്കിൽ, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ചിന്തയാണെങ്കിൽ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, നിലവിളി കേൾക്കുന്ന, കണ്ണുനീർ കാണുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് വേണ്ടി ഉണ്ട് എന്ന് തിരുവെഴുത്ത് ഒരിക്കൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, പാടി സ്തുതിക്കുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് വേണ്ടി ചോദ്യം ചെയ്യുവാൻ, അവരുടെ കാര്യം നടത്തുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു മാറി അവർ കിടന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങത്തക്ക നിലവാരത്തിൽ അവിടെ ഒരു ഭൂകമ്പമുളവായി. വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു, കാരാഗ്രഹ പ്രമാണിയുടെ ഉറക്കം നഷ്ടമായി. നിന്റെ നന്മയ്ക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ, ഉയർച്ചയ്ക്കെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ, ബിസിനസ്സിനെതിരെ, തലമുറകൾക്കെതിരെ, ഉപജീവനത്തിനെതിരെ തകർക്കാൻ നോക്കിയവരുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിൽ ദൈവഭക്തനെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും. അതെ, അവർ എല്ലാവരും രക്ഷപ്പെട്ടു എന്നോർത്ത് കാരാഗ്രഹ പ്രമാണി വാളൂരി തനിക്ക് തന്നെ ദോഷം ചെയ്യാൻ പോകുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നീ നിനക്ക് തന്നെ ദോഷം വരുത്തരുതേ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കി നമ്മുടെ വിഷയങ്ങളെ ദൈവത്തോട് പറയാം. നമ്മെ വിടുവെപ്പാൻ, നമ്മെ അനുഗ്രഹമാക്കുവാൻ, നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കാൻ ദൈവത്തിന്റെ അത്ഭുതകരം പ്രാർത്ഥിക്കുന്ന ഭക്തയെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. വിശ്വാസത്തോടെ വചനം വെച്ചെടുക്കാം, കർത്താവിന് നന്ദി പറയാം. അതേ, അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന, കാരാഗ്രഹത്തെ തുറക്കുന്ന, ചങ്ങലകളെ അഴിക്കുന്ന, ശത്രുവിനെ മിണ്ടാതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവൻ നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വാസത്തോടെ വചനം സ്വീകരിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.